കോഴിക്കോട് ബീച്ചിലെ സപ്ലൈകോ ഓണം മെഗാ ഫെയർ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഓണാഘോഷ പരിപാടികൾ നടത്താൻ ബീച്ച് വിട്ടുതരണമെന്നതാണ് ആവശ്യം. പോർട്ട് ഓഫീസർക്കും സിവിൽ സപ്ലൈസ് ഓഫീസർക്കും ഉത്തരവ് കൈമാറി. 25 വരെയായിരുന്നു ഓണം മെഗാ ഫെയർ തീരുമാനിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം? രണ്ടും സർക്കാർ പരിപാടികളാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച ഒരു ഏകോപനമോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ഇവർ തമ്മിൽ ഉണ്ടാക്കിയാൽ പോരെ? എന്തുകൊണ്ടാണ് പ്രശ്നം? മാധു, അതുതന്നെയാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്ന ഒരു പ്രശ്നം എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ മാസം 25 വരെ, അതായത് ഓണത്തിന് തൊട്ട് തലേന്ന് വരെയാണ് ഈ സപ്ലൈകോ ഓണം ഫെയർ മെഗാ ഫെയർ നിശ്ചയിച്ചിരുന്നത്. ആളുകൾക്ക് നമുക്കറിയാം, വലിയ ഒരു സാധാരണ നിലയിൽ ആളുകൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട്ട് ബീച്ചാണ്, അപ്പോൾ ആളുകൾക്ക് എത്താനുള്ളൊരു സൗകര്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ്, ഒരു നിർദ്ദേശം അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കോഴിക്കോട് ബീച്ചിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഓണപ്പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെയുള്ള ഈ സപ്ലൈകോയുടെ സ്ഥലം അത് വിട്ടു നൽകണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് ബന്ധപ്പെട്ടവർക്ക്, ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് ജില്ലാ കളക്ടർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കാവുന്ന ഒരു മറുപടി എന്നുള്ളത്, ഇവർ പറയുന്നത് മാവൂർ റോഡിലേക്കൊക്കെ ഇതിൻ്റെ മറ്റ് ബ്രാഞ്ചുകളുണ്ട്, ഔട്ട്ലെറ്റുകളുണ്ട്, അവിടെ സപ്ലൈകോയുടെ സാധനങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളൊരു മറുപടിയാണ് നിലവിലിപ്പോൾ ഈ സപ്ലൈകോയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയാണ്, ഏറ്റവും അധികം ആളുകൾ മാധു വരാൻ പോകുന്നത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ ബീച്ചിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ആളുകൾക്ക് എത്തിച്ചേരാൻ കുറച്ചുകൂടി സൗകര്യമുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ നിലവിലിപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ സപ്ലൈകോയുടെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ളൊരു തീരുമാനമാണ്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശമായി വരുന്നത്. ചേട്ടാ, എപ്പോൾ വരെയായിരുന്നു ഇത് നേരത്തെ നിശ്ചയിച്ചത്? അതിനെപ്പറ്റി എനിക്ക് അത് മാനേജർമാരോട് ചോദിക്കേണ്ടതില്ല. അല്ല, ഇന്ന് നിർത്താൻ പറഞ്ഞു. ഇന്നൊരു 4 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ആക്കണം എന്നാണ് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ വരുന്നുണ്ട്. വരികയാണെങ്കിൽ എന്താ അതിനെ ചിലപ്പോൾ ഒരു എന്തെങ്കിലും കണ്ടെത്താൻ തോന്നുന്നു. ആളുകളൊക്കെ നല്ലോണം വരുന്നൊരു സമയം കൂടിയാണല്ലോ. ഇനിയല്ലേ ആളുകൾ നടത്തണമെങ്കിലേ അഭിജിത്ത്, ഈ ബീച്ചിൽ ഓണാഘോഷ പരിപാടി നടത്താൻ കോഴിക്കോട് ബീച്ച് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ? സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് ഇരിക്കുന്ന ആ സ്ഥലം തന്നെ വേണോ? അത് തന്നെയാണ് മാധു ചോദ്യം. ബീച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ചെറിയൊരു ഭാഗം മാത്രമല്ല, വലിയ നിവർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണോ ആവശ്യം എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു സംവിധാനം എന്നുള്ളത് നോക്കുക. വലിയ ഒരു ഹാളാണ്, വലിയ പന്തലിട്ട് ശീതീകരിച്ച മുറിയാണ്. ആളുകൾക്ക് സൗകര്യമായി കടന്നു വരാനും സാധനങ്ങളൊക്കെ വാങ്ങാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചവരെ മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. അത് ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് കിടക്കും. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലാണ്, ഇന്നിപ്പോൾ 22 ആയിട്ടുള്ളത്, 23, 24 25 ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെയാണ് ഏറ്റവും അധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടേക്കൊക്കെ സപ്ലൈകോയുടെയൊക്കെ ഗുണം അത് അനുഭവിക്കാൻ പോകുന്നത്, സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വരികയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്തൊരു നിർദ്ദേശം എന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മധു, ഈ ബീച്ചിലെ പരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഫ്രീഡം സ്ക്വയറിന് സമീപത്താണ്. ഫ്രീഡം സ്ക്വയറിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ സപ്ലൈകോയും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാകാം ഇതിവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത് തന്നെയാണ്. ഒരുപക്ഷെ ഈ പരിപാടി നടക്കുമ്പോൾ ഈ സപ്ലൈകോ ഇവിടെ ഉള്ളത് ബുദ്ധിമുട്ടായി ജില്ലാ ഭരണകൂടത്തിന് തോന്നിക്കാണാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഉച്ചവരെ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അതേസമയം മറ്റിടങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ സൗകര്യം, പ്രത്യേകിച്ച് മാവൂർ റോഡിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അത്രയും വലിയ ഒരു പവലിയനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര എഫോർട്ട് വേണം? മാത്രമല്ല സർക്കാർ പരിപാടികൾ സാധാരണഗതിയിൽ ചട്ടപ്പടി എന്നാണ് പറയുക. ഇത്രയും വലിയ പവലിയൻ ഉണ്ടാക്കുന്ന ഒരു വലിയ അതിലൂടെ AC സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുന്നു, സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇതൊക്കെ പൊളിച്ചു മാറ്റണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി 1-2 ദിവസം കൂടി മാത്രമാണ് ഈ കച്ചവടം നടക്കാതിനിടയിൽ പുതിയ സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. അപ്പോൾ കോഴിക്കോട് ഈ ബീച്ചിൽ തന്നെ അതിന് അടുത്ത ഇടങ്ങളിൽ ഓണാഘോഷ പരിപാടി നടത്തിക്കൂടെ എന്നുള്ളത് കൂടിയാണ് അഭിപ്രായമായി വരുന്നത്. എന്തായാലും കോഴിക്കോട് ബീച്ചിലെ സപ്ലൈകോ ഓണം മെഗാ ഫെയർ നിർത്തിവെക്കാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് വരാം.